എല്ലാവർക്കും നമസ്കാരം. ഞാൻ സക്കീർ ഹുസൈനാണ്. ഇന്ന് 2026 ജനുവരി 5 തിങ്കളാഴ്ച. മാർക്കറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2026 ആദ്യ ആഴ്ചയിലെ ആദ്യ ദിവസമാണ്. മൊത്തത്തിൽ ഇന്ന് ഡൊമസ്റ്റിക് മാർക്കറ്റുകളെല്ലാം തന്നെ ജാഗ്രതയോടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഇന്ത്യയിലെ 10 years ബോണ്ട് ഈൽഡുകൾ ഗവൺമെൻറ് വായ്പ എടുക്കുമെന്ന പ്രതീക്ഷകളെ റിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ട്. നവംബറിലെ ഇടിവിന് ശേഷം ഡിസംബറിൽ GST കളക്ഷനുകൾ റിക്കവർ നടത്തുന്നത് കണ്ടു. അതേസമയം മാനുഫാക്ചറിങ് PMI കുറവാണെങ്കിലും സസ്റ്റെയിൻ ചെയ്ത് ഉറച്ചു നിൽക്കുന്നതായാണ് കണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് ക്രെഡിറ്റ് ഫസ്റ്റ് Q3 ട്രെൻഡുകൾ സ്ട്രോങ് മൊമെൻ്റത്തെയാണ് സൂചിപ്പിച്ചത്. ആഗോളതലത്തിൽ നോക്കുകയാണെങ്കിൽ ട്രേഡർമാർ പ്രധാന US എക്കണോമിക് ഡാറ്റയ്ക്കും ഫെഡിൻ്റെ ഭാഗത്തു നിന്നുള്ള അഡ്വൈസിനും വേണ്ടി കാത്തിരിക്കുകയാണ്. ഇനി ടൈം മാർക്കറ്റ് ട്രെൻഡ് പരിശോധിക്കുമ്പോൾ Q3 ഏർണിങ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഷോർട്ട് ടൈം മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് അതിനെ നയിക്കുകയും ചെയ്യും. മൊത്തത്തിൽ സ്ലൈറ്റ്ലി പോസിറ്റീവായി തുടരും. ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി അതുപോലെ തന്നെ ഓയിൽ ആൻഡ് ഗ്യാസ് സ്റ്റോക്സുകളിലെ ഇടിവാണ് മാർക്കറ്റ് താഴേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട മറ്റു കാരണങ്ങൾ. വെനിസ്വലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ പിടികൂടിയതിലേക്ക് നയിച്ച US സൈനിക നടപടിയെ തുടർന്ന് മിക്സഡ് വേൾഡ് ക്യൂസുകളാണ് ഉള്ളത് നിലവിൽ. ആ മിക്സഡ് വേൾഡ് ക്യൂസുകൾക്കിടയിലാണ് നമ്മുടെ മാർക്കറ്റിൽ ഈ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാർക്കറ്റ് ഓപ്പണിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നിഫ്റ്റി 26,373 എന്ന ലെവൽ ഹൈ ക്രിയേറ്റ് ചെയ്തെങ്കിലും പിന്നീട് ആ ഒരു നേട്ടങ്ങൾ കൈവിടുന്നതായാണ് കണ്ടത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അവസാനം 78 പോയിന്റ് നെഗറ്റീവിൽ 26,250 ക്ലോസ് ചെയ്തിരിക്കുന്നത്. സെൻസെക്സ് 322 പോയിന്റാണ് ഇടിഞ്ഞിരിക്കുന്നത്. 85,439 സെറ്റിലായിരിക്കുന്നു. അതുപോലെ ബാങ്ക് നിഫ്റ്റി 106 പോയിന്റ് മാത്രമാണ് ഇന്ന് ഇടിഞ്ഞിട്ടുള്ളത്. 60,044 സെറ്റായിരിക്കുന്നു. ഇനി ബ്രോഡർ മാർക്കറ്റിലേക്ക് വരുമ്പോൾ മിക്സഡ് ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 0.16% ഇടിയുകയാണ്. എന്നാൽ സ്മോൾ ക്യാപ്പ് 0.53% പോസിറ്റീവിലാണ്. സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT, നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 1% വീതം ഇടിയുകയാണ് ചെയ്തത്. അതേസമയം റിയാലിറ്റി 2.07% ഉയരുകയാണ് ചെയ്തത്. തുടർന്ന് നിഫ്റ്റി FMCG, നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസ് ഇൻഡെക്സുകളും പോസിറ്റീവിലാണ്. ഇനി ഇന്ന് നിഫ്റ്റിയിൽ പ്രധാനമായും ഇടിഞ്ഞ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ HDFC ബാങ്ക്, വിപ്രോ, ഇൻഫോസിസ്, HCL ടെക്നോളജി, ONGC എന്നിവ 1.40% മുതൽ 2.40% വരെ നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഗ്രീനിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് നെസ്ലെ, ഭാരത് ഇലക്ട്രോൺ, ഏഷ്യ മോട്ടോഴ്സ്, അൾട്രാടെക് സിമെന്റ്, ഏഷ്യൻ പെയിന്റ്സ് എന്നിവയാണ് മുൻപന്തിയിൽ. 1.50% മുതൽ 2.73% വരെ നേട്ടമുണ്ടാക്കുകയാണ് ഈ സ്റ്റോക്കുകൾ ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ 50 സ്റ്റോക്കുകളിൽ 24 ഇന്ന് ഗ്രീനിലാണ്. ബാക്കി 26 ഇന്ന് റെഡിലുമാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നിഫ്റ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ നിഫ്റ്റി അതിൻ്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയ 26,350 എന്നുള്ള ഈ ഒരു റേഞ്ച് ക്ലോസ് ചെയ്തു. ഇൻട്രാഡേയിലെ 26,373 എന്ന ഹൈ പറഞ്ഞല്ലോ, ഹൈ ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടന്നതിനിടയിൽ ഈ ഒരു ഹയർ ലെവലിൽ നിഫ്റ്റിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അത് താഴേക്ക് വന്നു 26,200 എന്നുള്ള ഈ ഒരു സോണിലേക്ക് എത്തി. ഇവിടെ ഒരു ബൈയിങ് പ്രഷർ പ്രകടമായതുകൊണ്ട് ഡിപ്പുകളുടെ ഡിമാൻഡാണ് സൂചിപ്പിക്കുന്നത്. ഇനി 26,300, 26,350 ബാൻഡ് ഇപ്പോൾ ഒരു പ്രധാന ഓവർഹെഡ് റെസിസ്റ്റൻസ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ ലെവലിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു ഡിസൈസീവ് ബ്രേക്ക്ഔട്ട് നടത്തിയാൽ ബുള്ളിഷ് മൊമെൻറ്റം ഫോം ആവുകയും ഷോർട്ട് ടൈമിലേക്ക് അത് ഷോർട്ട് ടൈമിൽ 26,500 വഴി തുറക്കുകയും ചെയ്യും. ഇനി 26,200 താഴേക്ക് നോക്കുകയാണെങ്കിൽ 26,600
50 26,000 ഒരു റിവേഴ്സ് നീക്കത്തിനും സാധ്യത ഉണ്ട്. ഇൻട്രാഡേയിൽ നോക്കുകയാണെങ്കിൽ വോളറ്റിലിറ്റി പ്രകടമായെങ്കിലും ടെക്നിക്കലി ഒരു പോസിറ്റീവ് ബയാസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത് തുടരുന്നു. ബ്രോഡർ സെന്റിമെന്റ്സ് മൊത്തത്തിൽ ബുള്ളിഷാണ്. ഇനി നമുക്ക് ഇൻട്രാഡേ ലെവലിൽ നാളെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് എൻട്രി എങ്ങനെ എടുക്കാം എന്നുള്ളതൊന്ന് പരിശോധിക്കാം. നാളെ 60,430 മുകളിൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അതുപോലെ തന്നെ സപ്പോർട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 59,875 അല്ലെങ്കിൽ കുറച്ചുകൂടെ സേഫായിട്ട് 59,740 താഴെ ഡൗൺ സൈഡിലേക്കും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് ഈ ഒരു സോൺ പരീക്ഷിക്കാവുന്നതാണ്. 26,320. ഓക്കെ, 26,320 മുകളിൽ എൻട്രി എടുത്തു കഴിഞ്ഞാൽ വേറെ പ്രയാസം 26,375 എന്നുള്ള 23 എന്നുള്ളതാണ് ഇപ്പോൾ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്നിരുന്നാലും കുഴപ്പമില്ല, ചെറിയൊരു പ്രോഫിറ്റോടുകൂടി ഇവിടെ നമുക്ക് ഇറങ്ങാൻ സാധിച്ചാൽ, അല്ലെങ്കിൽ ഇറങ്ങണം എന്നാൽ മാത്രമേ ചെറിയൊരു പ്രോഫിറ്റായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാം. ഇനി അഥവാ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ, കണ്ടിന്യൂ പോവുകയാണെങ്കിൽ ഇതിനെയും ക്ലോസ് ആൻഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ലൈറ്റ്ലി ഒരു റാലിയും പ്രതീക്ഷിക്കാം. അതേസമയം സപ്പോർട്ടായിട്ട് നമുക്ക് ഈ ഒരു റേഞ്ചിൽ 26,200 താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ക്രോസ് ആൻഡ് ക്ലോസ് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡൗൺ സൈഡിലേക്കും എൻട്രി എടുത്ത് പോകാവുന്നതാണ്. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് നാളെ ഈ 2 ലെവലുകൾ ഇങ്ങനെ വാച്ച് ചെയ്യാവുന്നതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ എടുത്ത ട്രേഡുകളാണ് ഇവിടെ വിലയിരുത്തുന്നത്. RHL ഇതൊരു സ്റ്റോക്ക് ഇൻട്രാഡേ 223 എൻട്രി പറഞ്ഞിരുന്നത്. പക്ഷേ ഒരു വലിയ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ചെയ്തത്. 238 ആ റേഞ്ചിലാണ് ഓപ്പൺ ചെയ്തത് കൊണ്ട് തന്നെ നമുക്കത് ഇന്നൊരു മിസ്സായി. നിഫ്റ്റി നെക്സ്റ്റ് ഞാൻ 26,400 എടുക്കാൻ ശ്രമിച്ചു. 125, അതായത് 131 ടച്ച് ചെയ്തിട്ട് 125 വരികയാണെങ്കിൽ എടുക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. പക്ഷേ 131 ടച്ച് ചെയ്തിട്ട് താഴേക്ക് വന്നില്ല, 129 വരെ വന്നുള്ളൂ, മുകളിലേക്ക് പോയി. അതുകൊണ്ട് എനിക്ക് അതിലൊരു എൻട്രി ലഭിച്ചില്ല. എന്നാൽ 26,200 കാൾ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു, 105, 108 ഒരു ലെവലിൽ എടുക്കാം എന്നുണ്ടായിരുന്നു, 108 എടുത്തു. അതെനിക്ക് 130 കടന്ന് 145 വരെ പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ എനിക്ക് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇനി സെക്കൻഡ് ബാങ്ക് നിഫ്റ്റിയാണ്. 60,100 കാൾ ഓപ്ഷൻ ആയിരുന്നു. നമുക്ക് ഞാൻ 795 ടച്ച് ചെയ്തിട്ട് 780 വരികയാണെങ്കിൽ എടുക്കാം എന്നുള്ള പ്ലാൻ ആയിരുന്നു. എന്നാൽ 795 ടച്ച് ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് 760 റേഞ്ചിലേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 760 എടുത്തു. 760 എടുത്തത് കൊണ്ട് തന്നെ പിന്നീട് അത് നല്ലൊരു റാലി കിട്ടി. 780, 790, അതിനുശേഷം 798, അതിനും ശേഷം പോയി 810, 813, 820, 825 വരെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അതിലും എനിക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇനി നോക്കുകയാണെങ്കിൽ സെൻസെക്സ് 85,800 കാൾ ഓപ്ഷൻ ഞാൻ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തു. 350 എടുക്കാം എന്നായിരുന്നു. 390 ആ റേഞ്ചിലാണ്, 370, 380 റേഞ്ചിലാണ് ട്രേഡ് നടന്നുകൊണ്ടിരുന്നത്. 350 എടുക്കാം എന്ന് വിചാരിച്ചു. പക്ഷെ 350 വന്നില്ല. 357 വരെ വന്നിട്ട് അത് തിരിച്ചു പോയി. പക്ഷേ നമ്മുടെ ഒരു പോളിസി പ്രകാരം ഒരു സിഗ്നൽ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എൻ്റർ പ്രൈസിന് അടുത്ത് വന്ന് മുകളിലേക്ക് പോയി ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ പിന്നെ വീണ്ടും താഴെ വന്നാൽ അത് എടുക്കരുത് എന്നുള്ളൊരു നിബന്ധന എനിക്കുണ്ട്. അതുകൊണ്ട് ഞാനത് എന്ത് ചെയ്തില്ല, എടുത്തില്ല. ഓക്കെ, 357 റിവേഴ്സ് അടിക്കുകയാണ് ചെയ്തത്. പിന്നെ JBM ആട്ടോ 653 എൻട്രി എടുത്തു. പക്ഷേ 656 വരെയൊക്കെ പോയുള്ളൂ. ലാസ്റ്റ് നിഫ്റ്റി 26,200 കാൾ ഓപ്ഷൻ 115, ഇത് 190 ആ ഒരു 160 ആ റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് 115 എടുക്കാം എന്നുള്ള ഒരു ഐഡിയ വന്നത്. 115 വേണ്ടി വെയിറ്റ് ചെയ്തു.
പക്ഷേ അത് വരുന്നില്ല. പിന്നെ 135 എടുക്കാം എന്നുള്ളൊരു ഐഡിയ വന്നു, പക്ഷേ അത് എൻട്രി ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും വെക്കാതിരുന്നത്. ഓക്കെ, അപ്പം 135 എടുക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ 135 താഴെ വരുന്നുണ്ടെന്ന് നോക്കിയപ്പോൾ 115 വരെ വന്നു. 115 നമുക്ക് എൻട്രി എനിക്ക് കിട്ടി. 124, 128 വരെ പോയി. അത് അത്യാവശ്യം പ്രോഫിറ്റ് ആണ്. അതേപോലെ തന്നെ ലാസ്റ്റ് ബാങ്ക് നിഫ്റ്റി 60,200 കോൾ ഓപ്ഷൻ 701 to 705 എടുക്കാമെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. 701 വന്നു, എൻട്രി എടുത്തു. പക്ഷേ അത് അവിടെ ഒരുപാട് നേരം കൺസോൾട്ടേഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എക്സിറ്റ് അടിച്ചു. പക്ഷേ അത് കോസ്റ്റിലാണ് എക്സിറ്റ് അടിച്ചത്, അതായത് എടുത്ത പ്രൈസിൽ തന്നെ എക്സിറ്റ് അടിച്ചു. പക്ഷേ അത് 720 വരെ പോയി. സാരമില്ല, നമ്മളത് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഈവനിങ് രാത്രി നാച്ചുറൽ ഗ്യാസ് 310 പുട്ട് ഓപ്ഷനാണ് 22, 25 എടുക്കാൻ. പക്ഷെ നമുക്ക് ഇവിടെ വേറൊരു പോളിസി ഉണ്ട്, അതായത് ബൈ എബവ് എന്ന് തരുമ്പോൾ എപ്പോഴും പറഞ്ഞ വില ടച്ച് ചെയ്ത് താഴെ വരികയാണെങ്കിൽ താഴെ നിന്നും വാങ്ങുന്നത് കൂടുതൽ പ്രോഫിറ്റ് ലഭിക്കാൻ സഹായിക്കും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനത് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്തതിന് ശേഷം 20:50 എനിക്ക് എൻട്രി ലഭിച്ചു. 20:50 എൻട്രി ലഭിച്ചു. 24 വരെ എനിക്ക് ടാർഗറ്റ് ഞാൻ ആലോചിച്ചാണ്. അപ്പോൾ 20:50 എൻട്രി ലഭിച്ചു. 21:50, 22:50, 23, 24. ഓക്കെ, അപ്പോൾ ഇത്രയും ട്രേഡുകളാണ് ഇന്ന് ഞാൻ എടുത്തത്. ഓക്കെ, ഏതായിരുന്നാലും ഈ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്ത് ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുക. നാളെ ഇത് ബ്രേക്ക്ഔട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.